Good morning everyone and welcome back to the session. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ റിന്യൂവബിൾ എനർജി റിസോഴ്സസിൻ്റെ ഒരു ഓവർവ്യൂ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, മെയിൻ ആയിട്ടുള്ള എനർജി ക്ലാസിഫിക്കേഷൻസുമാണ് നമ്മൾ നോക്കിയത്. അതിൻ്റെ നോട്ട്സ് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും നോക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ടുഡേ വിൽ സ്റ്റാർട്ട് അവർ സെഷൻ. So we'll have a review on what we have learned in the last video. So അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇന്നത്തെ അറ്റൻഡൻസ്, അതായത് 18/6/2020 അറ്റൻഡൻസ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ഒരു വെറുതെ ഒരു ഇതിടും, അതിനകത്ത് പ്രസന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രസന്റ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സോ അത് മാറ്റിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഇന്ററാക്റ്റീവ് ആകാൻ ശ്രമിക്കുകയാണ്. അപ്പം ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ വരും. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റ് ചെയ്യുന്നവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അറ്റൻഡൻസ് നമ്മൾ മാപ്പ് ചെയ്യും. ഇന്ന് തന്നെ കമൻറ്റ് ചെയ്യണമെന്ന് ഇല്ല, നിങ്ങൾക്ക് സമയമുണ്ട്. ഇന്നോ നാളെയോ 2 ദിവസം നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് അത് കമൻറ്റ് ചെയ്താൽ മതി, നമ്മളത് നോക്കിയെടുത്തോളാം. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അറ്റൻഡൻസ് കിട്ടും. നാളെ കമൻറ്റ് ചെയ്താലും കിട്ടും, പക്ഷേ ഈ ആഴ്ച തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ദിസ്: അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ബേസ്ഡ് ഓൺ ദ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഓഫ് പവർ. അതായത് നിങ്ങൾക്ക് താഴെ 4 ഓപ്ഷൻസ് തരും. ആ 4 ഓപ്ഷൻസിനെ ഇൻക്രീസിങ് ഓർഡറിൽ, അതായത് സ്മോളസ്റ്റിൽ നിന്ന് ബിഗ്ഗസ്റ്റിലോട്ട് അറേഞ്ച് ചെയ്ത് ആ ഓപ്ഷൻസ് കമന്റ് ചെയ്യുക. സപ്പോസ് ഇപ്പൊ ABCD ഓപ്ഷൻസ് കാണും. അപ്പൊ A ആണ് ഏറ്റവും ചെറുതെങ്കിൽ ഏറ്റവും ചെറുത് A, അത് കഴിഞ്ഞ് C ആണ് ചെറുതെങ്കിൽ C, അത് കഴിഞ്ഞ് D, അത് കഴിഞ്ഞ് B. സോ യുവർ ആൻസർ വിൽ ബി ACDB, like that. Okay, so your options are: A is thermal, B is renewable, C is nuclear and D is hydro. So ഇതിൽ ഏറ്റവും ലെസ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഉള്ളത് ഫസ്റ്റ് D, അത് കഴിഞ്ഞിട്ട് C ആണെങ്കിൽ C, അത് കഴിഞ്ഞിട്ട് B ആണെങ്കിൽ B, അത് കഴിഞ്ഞിട്ട് A. So your answer should be, your comment should be like CDBA, whatever it be, whatever you're feeling the right answer. So നിങ്ങൾക്ക് ഇതിനൊരു 15 സെക്കൻഡ് ഞാൻ സമയം തരും. യു ക്യാൻ കമന്റ് ഇറ്റ് ഓൺ അവർ യൂട്യൂബ് കമന്റ് സെഷൻ. ഓക്കെ, സോ ഹോപ്പ് എവ്രി വൺ വിൽ ഡു ദാറ്റ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 15 സെക്കൻഡ്സ് സമയമുണ്ട്. യു ക്യാൻ ഡു ദാറ്റ് ഇൻ ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Okay, time's up. So we'll continue with our topics. So first നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോളാർ എനർജിയെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ മാത്രമാണ്. ഓവർവ്യൂ മാത്രമേ നമ്മളിപ്പോൾ നോക്കുന്നുള്ളൂ, ഓവർവ്യൂ. ഓക്കെ, കാരണം നിങ്ങളുടെ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സോളാർ എനർജിയാണ്. സോളാർ മാത്രമേ ഉള്ളൂ സെക്കൻഡ് മൊഡ്യൂൾ. സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ജസ്റ്റ് ഒരു ആമുഖം പോലെ മെയിൻ ആയിട്ട് ജസ്റ്റ് അറിയേണ്ട കാര്യങ്ങൾ, കുറച്ച് ടെർമിനോളജീസ് ഒക്കെ നോക്കത്തുള്ളൂ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു കാർട്ടൂൺ പോലത്തെ ഇതാണ്, ഒരു സോളാർ പ്ലാന്റിൻ്റെ. സി ദിസ് ഗ്രാഫ് ഹിയർ ഷോസ് 2010 തൊട്ട് 2019 വരെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയിൽ സോളാറിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അതായത് സോളാർ എനർജി കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത കപ്പാസിറ്റി, പവർ പ്ലാന്റ് കപ്പാസിറ്റിയുടെ ഗ്രോത്ത് റേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. സി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 2010 ഏകദേശം ഓൾമോസ്റ്റ് ടു 0 ആണ്. ആ 0-യിൽ നിന്ന് നോക്കിയേ ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. 2019 എത്തിയപ്പം ഏകദേശം നോക്കിയേ ഇത് എത്ര വാല്യൂ വരും? ഏകദേശം ഒരു 3500 മെഗാവാട്ടിന് അടുപ്പിച്ചാണ് ഇന്ത്യയിലുള്ള സോളാർ കപ്പാസിറ്റിയുടെ ഇൻക്രീസ് വന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു 2015, 2014 അതിനുശേഷമാണ് ഇത് വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള ഇൻക്രീസ് വന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അതെന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഭാഗമായിട്ട് വന്ന ഇന്ത്യ സ്വീകരിച്ചു വന്ന നയങ്ങളുടെ എഫക്റ്റ് ആണ്. ഓക്കെ, 2010-11 ഒന്നുമില്ല. ഇപ്പൊ ഇവിടുന്ന് 2014 3500 മെഗാവാട്ട് പവറാണ് നമ്മൾ സോളാറിൽ നിന്ന് മാത്രം ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ 2 എണ്ണം ഉണ്ട്.
ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ ഫോട്ടോ വോൾട്ടേക്കും, രണ്ടാമത്തത് സോളാർ തെർമൽ ആപ്ലിക്കേഷൻ. ഫോട്ടോ വോൾട്ടേക്ക് ആണ് നിങ്ങൾ ഈ റൂഫ് ടോപ്പിന്റെ മുകളിലൊക്കെ റൂഫ് ടോപ്പിലൊക്കെ കാണുന്ന സോളാർ പാനൽസ്, അതാണ് ഫോട്ടോ വോൾട്ടേക്ക്. തെർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചാണ് സോളാർ കുക്കർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ല, അല്ലെങ്കിൽ സോളാർ വാട്ടർ ഹീറ്റർ. സോളാർ വാട്ടർ ഹീറ്റർ ആണ് തെർമൽ ആപ്ലിക്കേഷൻ, സോളാർ വാട്ടർ ഹീറ്റർ. ഫോട്ടോ വോൾട്ടേക്ക് എന്ന് പറയുന്നത് റൂഫ് ടോപ്പ്, അതായത് നമ്മുടെ ടെറസിലൊക്കെ വെച്ചിരിക്കുന്ന സോളാർ പാനൽ. ഓക്കെ, അതാണ് തെർമലും ഫോട്ടോ വോൾട്ടേക്കും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, സോ വിൽ സീ വാട്ട് ഇറ്റ് ഇസ്. സോ as everyone knows, സോളാർ എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സൂര്യനാണ്. ഓക്കെ, സൂര്യനാണ് ഏറ്റവും അൾട്ടിമേറ്റ് സോഴ്സ്. നമ്മളെ എല്ലാ ജീവജാലങ്ങളുടെയും ഒരു പ്രൈമറി സോഴ്സ് ഓഫ് എനർജി ഓർ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സൂര്യൻ തന്നെയാണ്. സോ ഇതില് നിങ്ങൾ അറിയേണ്ടത്, on an average sun radiates around 1.36 kilowatt per meter square. അതായത് ഒരു മീറ്റർ സ്ക്വയർ ഏരിയയിൽ സൂര്യൻ റേഡിയേറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത്, സൂര്യൻ അവിടെ പതിപ്പിക്കുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1.36 കിലോ വാട്ട് ആണ്. ഏകദേശം അത് ഒരു മീറ്റർ സ്ക്വയർ. അപ്പം ഒരു ഭൂമിയുടെ ചുറ്റും എന്തുമാത്രം എനർജിയാണ് സണ്ണ് തരുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. സോ ഈ ഒരു കോൺസ്റ്റന്റിനെ പറയുന്ന പേരാണ്, അതായത് ഈ 1.36 കിലോ വാട്ട് പെർ മീറ്റർ സ്ക്വയറിനെ പറയുന്ന പേരാണ് സോളാർ ഇറേഡിയേഷൻ കോൺസ്റ്റന്റ് എന്നാണ് ഇതിനെ പറയുന്നത്. സോ വാട്ട് ഈസ് ദ സോളാർ ഇറേഡിയേഷൻ കോൺസ്റ്റന്റ് വാല്യൂ ഫോർ സൺ? It is 1.36 kilowatt per meter square. It is the average radiation per unit area. Average radiation per unit area emitted by the sun. Okay, അതാണ് സോളാർ ഇറേഡിയേഷൻ കോൺസ്റ്റന്റ്. അപ്പൊ നിങ്ങൾക്ക് ഒരു മീറ്റർ സ്ക്വയറിൽ 1.36 കിലോ വാട്ട് വരുമെങ്കിൽ ഭൂമിയിൽ മൊത്തത്തിൽ എത്രമാത്രം എനർജിയാണ് സണ്ണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഊഹിക്കാം. ബട്ട് സ്റ്റിൽ നമ്മൾ എന്തിനാണ് ഈ ഹൈഡ്രോ ഇതിലൊക്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറെ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഓക്കെ, സോ സോളാർ എനർജി നമുക്ക് രണ്ട് രീതിയിൽ ഹാർനസ് ചെയ്യാം. സി, നോട്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വാക്ക് കാണും, ഹാർനസ്. ഹാർനസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതിന്റെ വേറൊരു പേരാണ് ഹാർനസിങ് എന്ന് പറയുന്നത്. അപ്പൊ സോളാർ എനർജി നമുക്ക് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം, അതിന് മെയിൻ ആയിട്ട് രണ്ട് വഴികളാണുള്ളത്. അത് ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞത് തന്നെയാണ്. ഒന്ന് തെർമൽ ആപ്ലിക്കേഷൻ, രണ്ടാമത്തത് ഫോട്ടോ വോൾട്ടേക് ആപ്ലിക്കേഷൻ. സോ ബൈ കളക്ടിങ് ദ റേഡിയന്റ് ഹീറ്റ്, അതായത് സൂര്യനിൽ നിന്ന് വരുന്ന തെർമൽ അല്ലെങ്കിൽ ഹീറ്റ് എനർജിയെ യൂസ് ചെയ്യുക, അതിനെയാണ് തെർമൽ ആപ്ലിക്കേഷൻസ്. ഇപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഏത് പറഞ്ഞത്, സോളാർ വാട്ടർ ഹീറ്റർ അല്ലെങ്കിൽ സോളാർ കുക്കർ. അതാണ് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ. രണ്ടാമത്തത് ബൈ കളക്ടിങ് ആൻഡ് കൺവേർട്ടിങ് ഇറ്റ്. കാരണം സണ്ണിൽ നിന്ന് ഏതൊക്കെ ഫോം ഓഫ് എനർജിയാണ് വരുന്നത്? ഒന്ന് ലൈറ്റ് എനർജി ഉണ്ട്, രണ്ടാമത്തത് ഹീറ്റ് എനർജി ഉണ്ട്. അപ്പൊ നമ്മൾ തെർമൽ ആപ്ലിക്കേഷനിൽ എന്താണ് ചെയ്യുന്നത്? ഈ ലൈറ്റിലുള്ള ഹീറ്റ് എനർജി യൂസ് ചെയ്ത് നമ്മൾ തെർമൽ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്നു. അതേസമയം രണ്ടാമത് എങ്ങനെ യൂസ് ചെയ്യാം? ഈ ലൈറ്റ് അല്ലെങ്കിൽ ഹീറ്റിനെ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാം? ഇലക്ട്രിസിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ ഇലക്ട്രിസിറ്റിയിലോട്ട് ഒരു ഫോം ഓഫ് എനർജിയിൽ നിന്ന് വേറൊരു ഫോം ഓഫ് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിന് ഇടയ്ക്ക് ഒരു മീഡിയം വേണ്ടേ, എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് വേണ്ടേ? അതാണ് PV സെൽ എന്ന് പറയുന്നത്. അതിന്റെ PV സെൽ എന്ന് പറയുന്നത് ഫോട്ടോ വോൾട്ടേക് സെൽ. ഓക്കെ, അപ്പം സോളാർ എനർജി നമുക്ക് രണ്ട് രീതിയിലാണ് ഹാർനസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. First one will be by collecting the radiant heat and use it for thermal applications such as solar water heater or solar cooker. Second one is by collecting and converting it directly into electrical energy using PV cell or a photovoltaic cell. That is, the light or the heat energy is converted into electricity with the help of a photovoltaic cell. Okay, so that's it about solar energy. Detail ആയിട്ട് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ നോക്കും.
നെക്സ്റ്റ് വിൻഡ് എനർജി. വിൻഡ് എനർജിയും ഇവിടെയും നമ്മൾ ഒരു ഓവർവ്യൂ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങളുടെ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വിൻഡ് എനർജിയാണ്. വിൻഡ് എനർജിയെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. സോ ദിസ് ഇസ് ഇതെന്ന് പറയുന്നത് ഒരു വിൻഡ് ഫാം പോലത്തെ ഒരു സെറ്റപ്പ് ആണ്. ഓക്കെ, വിൻഡ് ഫാം ഈ പടത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇത് കരയിൽ ലാൻഡിലും വരാം, വാട്ടറിൽ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതലും തമിഴ്നാട്ടിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. നമ്മുടെ ഈ കേരളത്തില് രാമക്കൽമേട്, ഇടുക്കിയില് ഒക്കെ ഉള്ളതാണ് വിൻഡ് ജനറേഷൻ ഉണ്ട്. സോ ദിസ് ഇസ് വാട്ട് progression of wind energy across 2010 to 2019 വരെയുള്ള സമയങ്ങളിൽ വിൻഡ് എനർജിയിൽ വന്ന ഇൻക്രീസിന്റെ ഒരു ഇതാണ്. വിൻഡ് എനർജിയാണ് സോളാർ ഒക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് വിൻഡിലാണ്. അതുകൊണ്ട് തന്നെ ഈ 2015 നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏകദേശം 15,000 മെഗാവാട്ട്സ് ഓഫ് എനർജി നമ്മൾ അത് ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് അഗെയിൻ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. സോ 2019 സംവെയർ അറൌണ്ട് നമ്മളൊരു 30,000 മെഗാവാട്ടിന് അടുത്ത് ആണ് ഇപ്പോഴ് ഇന്ത്യയിലുള്ള ജനറേഷൻ എന്ന് പറയുന്നത് വിൻഡ് എന്നുള്ളത്. ഓക്കെ, മെയിൻലി തമിഴ്നാടാണ് കൂടുതലും വരുന്നത്. കേരളത്തിലും ഉണ്ട്, രാമക്കൽമേട്, ഇടുക്കി, കാസർഗോഡൊക്കെ ഉള്ളത്. ഓക്കെ, സോ വിൽ സി വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് വിൻഡ് എനർജി. So what is wind? Wind is caused by the uneven heating. അതായത് ഈക്വൽ അല്ലാത്ത പല വേരിയേഷനിലുള്ള ഹീറ്റിംഗ് കൊണ്ടാണ് വിൻഡ് ഉണ്ടാകുന്നത്. എന്തിന്റെ ഹീറ്റിംഗ്? ഹീറ്റിംഗ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. എന്തുകൊണ്ട് ഹീറ്റ് ആവുന്നു? സൺ. ഓക്കെ, സോ uneven heating of the atmosphere by the sun. Wind is caused by the uneven, അതായത് ഈക്വൽ അല്ലാത്ത പല വേരിയേഷനിലുള്ള. അത് കാരണം എന്തെന്ന് അറിയാമോ? നിങ്ങളത് ഒരു സർക്കിൾ ആണെന്ന് വിചാരിക്കുക. ഇവിടെ സൂര്യൻ നിൽക്കുന്നെങ്കിൽ ഈ ഒരു എ എന്ന് പറയുന്ന പോയിന്റിൽ റിസീവ് ചെയ്യുന്ന ഹീറ്റും ബി എന്ന് പറയുന്ന പോയിന്റിലും സി എന്ന് പറയുന്ന പോയിന്റ്, ഈ 3 പോയിന്റുകളിൽ റിസീവ് ചെയ്യുന്ന ഹീറ്റിന് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ ആ പോയിന്റ് ചൂടാവുന്ന അളവും വ്യത്യാസമായിരിക്കും. അതുകൊണ്ടാണ് ലോകത്തിൽ പലയിടത്തും പല ക്ലൈമറ്റ്, ചിലയിടത്ത് ചൂട് കൂടുതലായിരിക്കും, ചിലയിടത്ത് ചൂട് കുറവായിരിക്കും, തണുപ്പായിരിക്കും എന്നുള്ളത്. അത് അൺഈവൻ ഹീറ്റിംഗ് ആയതുകൊണ്ടാണ്. So wind is caused due to the uneven heating of the atmosphere. Atmosphere in the uneven heating by the sun. Variations in earth surface, അതാണ് ഞാൻ ഈ പറഞ്ഞ റൗണ്ട് ആയിട്ട്, റൗണ്ട് എന്നല്ല, അതൊരു ഫ്ലാറ്റ്, ഏകദേശം ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു സർഫസ് അല്ലല്ലോ എർത്ത്. പലയിടത്തും പല വേരിയേഷൻ ആണ് ഉള്ളത്. സോ ആൻഡ് റൊട്ടേഷൻ ഓഫ് എർത്ത്. സോ ഇതില് വിൻഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള 3 റീസൺസ് എന്താണ്? പ്രൈമറി റീസൺ എന്ന് പറയുന്നത് അൺഈവൻ heating of sun, അല്ലെങ്കിൽ uneven heating of atmosphere, sun അല്ല, atmosphere by the sun. രണ്ടാമത്തത് വേരിയേഷൻ in earth surface. മൂന്നാമത്തത് റൊട്ടേഷൻ ഓഫ് എർത്ത്. ഓക്കെ, ഇത് ഇത്രയാണ് വിൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ. ഓക്കെ, ദ ഡിഫറൻസ് ഇൻ ദ ടെമ്പറേച്ചർ. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഏരിയ അൺഇവൻ സർഫസ് ആണ്. ഇവിടെ എക്സ് വാല്യൂലായിരിക്കും ഹീറ്റ് ആയത്, ഇവിടെ ഒരു വൈ വാല്യൂ ആയിരിക്കും, ഒരു ഇസഡ് വാല്യൂലായിരിക്കും ഇവിടെ ഹീറ്റ് ആയിരിക്കുന്നത്. സോ ഇപ്പൊ ഇവിടെ സേ y greater than z greater than x. എപ്പോഴും ഒരു ഹയർ വാല്യൂവിൽ നിന്ന് ലോവർ വാല്യൂയിലോട്ട് ഫ്ലോ ചെയ്യാനായിരിക്കും എപ്പോഴും ഉള്ള ഒരു ചാൻസ്. അപ്പം y ആണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ആയത്, അപ്പൊ അവിടെ നിന്ന് ഒരു ലോവർ റീജിയനിലോട്ട് വിൻഡ് ക്രിയേറ്റ് ആവും. ഓക്കെ, സോ ദ ഡിഫറൻസ് ഇൻ ദ ടെമ്പറേച്ചർ ക്രിയേറ്റ്സ് സർക്കുലേഷൻ ഓഫ് എയർ ഫ്രം വൺ സോൺ ടു അനദർ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞ ഡിഫറെന്റ് ഹീറ്റിംഗ് പാറ്റേൺസ് വരുമ്പോഴത്തേക്കും ഒരു സോണിൽ നിന്ന് വേറൊരു സോണിലോട്ട് എയർ സർക്കുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഈ സ്ലൈഡിലുള്ള ഇത് എഴുതിയിരിക്കുന്നത് മാക്കിയാണ്, കാരണം ഇനി അടുത്ത് നിങ്ങൾക്ക് താഴെ പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഇതാണ് ബേസിക്കലി വിൻഡിന്റെ ഒരു വാട്ട് ഈസ് വിൻഡ് ആൻഡ് ഹൗ വിൻഡ് ഇസ് ജനറേറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് വിൻഡ് എനർജി. ഇറ്റ് ഈസ് അവൈലബിൾ ഫ്രീ ഓഫ് കോസ്റ്റ്. വേറെ ചിലവൊന്നുമില്ല, ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്.
ഇത് രണ്ടാമത്തത് യൂസ്ഫുൾ ഫോർ റിമോട്ട് ആൻഡ് റൂറൽ ഏരിയസ്, അതായത് സിറ്റിയിൽ നിന്ന് വളരെയധികം ദൂരെ മാറി ഉൾപ്രദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു KCBയുടെ ലൈന് വലിച്ചു കൊണ്ടുപോകുന്നതിനെക്കാളും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അവിടെ തന്നെ ലോക്കലായിട്ട് ഒരു വിൻഡ് ഫാം അല്ലെങ്കിൽ ഒരു വിൻഡ് മില്ല് സെറ്റപ്പ് ചെയ്ത് അതിൽ നിന്ന് എനർജി ജനറേറ്റ് ചെയ്ത് ആ ഒരു ഏരിയയെ നമുക്ക് എന്താണ് പവർ ചെയ്യാൻ കഴിയും. അത് വിൻഡ് എനർജിയുടെ ഒരു ഉപയോഗമാണ്. സോ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ റിമോട്ട്, ദൂരെയുള്ള സ്ഥലങ്ങൾ ആൻഡ് ഉൾപ്രദേശങ്ങൾ, റൂറൽ ഏരിയാസ്. നെക്സ്റ്റ് വൺ, ആസ് യു നോ, ഇറ്റ് ഈസ് എക്കോ ഫ്രണ്ട്ലി, ദർ ഇസ് നോ പൊല്യൂഷൻ അറ്റ് ഓൾ ആൻഡ് ലോ റണ്ണിങ് കോസ്റ്റ്. ഇത് ഇത്രയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് വാട്ട്? ഫ്രീ ഓഫ് കോസ്റ്റ്. സെക്കൻഡ് വൺ ഇസ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ റിമോട്ട് ആൻഡ് റൂറൽ ഏരിയാസ്. തേർഡ് വൺ ഇസ് ഇറ്റ് ഈസ് എക്കോ ഫ്രണ്ട്ലി ആൻഡ് ഫോർത്ത് വൺ ഇസ് ലോ റണ്ണിങ് കോസ്റ്റ്. അതായത് അത് റൺ ചെയ്യുന്നതിനുള്ള കോസ്റ്റ് വളരെ മിനിമൽ ആണ്, വേറെ ഒന്നുമില്ല, ഫ്യൂവൽ ഒന്നും ആവശ്യമില്ല, ഫ്യൂവലിന്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ദ ബേസിക് ഫ്യൂവൽ ഇസ് വിൻഡ് ഓൺലി. വിൻഡ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ ആയിട്ട് അത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിൻഡ് മില്ല് സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വിൽ സീ ദ ഡിസഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ലോ എനർജി ഡെൻസിറ്റി. ലോ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് എനർജി, അതായത് ഒരു യൂണിറ്റ് ഓഫ് വിൻഡ് ആണെന്ന് വിചാരിക്കുക. ഇതൊരു എക്സാമ്പിൾ ആണ്, കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഒരു യൂണിറ്റ് ഓഫ് വിൻഡിന് നമുക്ക് എത്ര യൂണിറ്റ് ഓഫ് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഇതാണ് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇത് ചിലപ്പം 0.2 ആയിരിക്കും. അതായത് ഒരു യൂണിറ്റ് ഓഫ് വിൻഡ് ഉണ്ടെങ്കിൽ 0.2 യൂണിറ്റ് ഓഫ് എനർജിയെ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ അറൌണ്ട് എഫിഷ്യൻസി എന്ന് പറയുന്നത് ലെസ് ദാൻ 20% ആയി. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം വരുന്നത്. എഫിഷ്യൻസി എന്ന് പറയുന്നത് ലെസ് ദാൻ 20%. അതുകൊണ്ടാണ് ഇത് ലോ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് അൺറിലയബിൾ. അൺറിലയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റിലേ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഈ വിൻഡിന്റെ പാറ്റേൺ ഒന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പല വേരിയേഷൻ, ചില സമയത്ത് വിൻഡ് കാണത്തില്ല, ചില സമയത്ത് വിൻഡ് കാണും, ചിലപ്പം കൂടുതലായിരിക്കും, കുറവായിരിക്കും. അപ്പൊ ഒരു സ്റ്റഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പവർ ജനറേഷൻ നമുക്ക് ഇതിനകത്ത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് സെക്കൻഡ് പോയിന്റ് ആയ ഇറ്റ് ഈസ് അൺറിലയബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ ഇസ് ഡിസൈൻ ഓഫ് ടർബൈൻ ഈസ് കോംപ്ലക്സ്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, ഒരു വലിയ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, അതിന്റെ ഹൈറ്റും അതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഹ്യൂജ്. നമ്മൾ വിൻഡ് ടർബൈൻ അല്ലെങ്കിൽ വിൻഡ് മില്ല് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ടെഡിയസ് ആയിട്ടുള്ള, വളരെ ഡിഫിക്കൽട്ട് ആൻഡ് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജസ്. ആൻഡ് ഫൈനലി ഫോർത്ത് വൺ, ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞത്, ഇറ്റ് റിക്വയേഴ്സ് എ ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ആദ്യം ഒരു വിൻഡ് മില്ല് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. സോ ഇറ്റ് റിക്വയേഴ്സ് എ ഹൈ ക്യാപിറ്റൽ കോസ്റ്റ്. റണ്ണിങ് കോസ്റ്റ് കുറവാണ്, പക്ഷേ ക്യാപിറ്റൽ കോസ്റ്റ്, ആദ്യത്തെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് വിൽ സി ദ ടൈഡൽ എനർജി. സോ ടൈഡൽ എനർജി, ടൈഡൽ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ബേസിക്കലി ഓഷ്യനിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന, അതായത് വേവ്സ് അല്ലെങ്കിൽ ടൈഡ്സിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന എനർജി, ഫോം ഓഫ് എനർജിയാണ് ടൈഡൽ എനർജി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എ ടൈഡ്? സോ ടൈഡ്സ് ആർ കോസ്ഡ് ബൈ ദി കമ്പൈൻഡ് എഫക്ട്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ മൂൺ, ദ സൺ ആൻഡ് ദ റൊട്ടേഷൻ ഓഫ് എർത്ത്. സോ ടൈഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഇത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ കമ്പൈൻഡ് എഫക്ട്, ഒരുമിച്ചുള്ള ഒരു എഫക്റ്റ് ആണ്. എന്തിന്റെ എഫക്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ആരൊക്കെ? moon, sun and the rotation of earth. So tides are caused by the combined effects of gravitational forces exerted by moon, the sun and the rotation of earth. Okay, so tides are periodic rise and fall of ocean water. അതായത് സമുദ്രത്തിലുള്ള വാട്ടറിന്റെ പീരിയോഡിക് റൈസ്, പീരിയോഡിക് ഫോൾ. അതായത് ഒരു റൈസ് കാണും, ഒരു ഫോൾ കാണും, ആൻഡ് ദാറ്റ് വിൽ ബി പീരിയോഡിക് എന്ന് പറയുന്നത് എന്താണ്? ഒരു റെഗുലർ ഇന്റർവെൽ വെച്ച് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് ടൈഡ്സ് ആർ സൈനുസോയിഡൽ ഇൻ നേച്ചർ. അതായത് ഒരു സൈൻ വേവിന് ഈക്വൽ ആയിരിക്കും. ഞാൻ അതുകൊണ്ടാണ് ഇതിങ്ങനെ വരച്ചത്. ഓക്കെ, ഒരു സൈൻ വേവിന് തുല്യമായിരിക്കും. സൈൻ വേവിന്റെ ഒരു വേരിയേഷൻ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ടൈഡ്സിന്റെ വേരിയേഷനും വരുന്നത്. സോ സംതിങ് ലൈക്ക് ദിസ്. ഒരു ഹൈ ഉണ്ട്, സോ ഇറ്റ് ഈസ് റൈസ് ആൻഡ് ദെൻ ദർ വിൽ ബി എ ഫോൾ.
rise and fall. So that is it. So the period between consecutive high tide, ഇതിൽ ഏതാണ് ഹൈ ടൈഡ്? ഇതാണ് ഹൈ ടൈഡിന്റെ ഒരു പോർഷൻ, ഹൈ ടൈഡ്. രണ്ടാമത്തെ ഹൈ ടൈഡ് ഇതാണ് ഹൈ ടൈഡ്. ഇതാണ് എന്ത്? ലോ ടൈഡ്. ഓക്കെ, അപ്പൊ ഇതിൽ ഇവർ പറയുന്നത് എന്താണ്? പീരീഡ് ബിറ്റ്വീൻ കൺസിക്യൂട്ടീവ് ഹൈ ടൈഡ്സ്, അതായത് അടുത്തടുത്തുള്ള രണ്ട് ഹൈ ടൈഡ്സിന്റെ ഇടയിലുള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 12.5 മണിക്കൂർ എന്നാണ് പറയുന്നത്. അതായത് ഈ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 12.5 മണിക്കൂറാണ്. 12 ഇത് ഏതിന്റെ കേസിലാണ്? ടൈഡ്സിന്റെ കേസിൽ. അതേസമയം വേവ്, തിരമാല ഉണ്ടല്ലോ, തിരമാലയുടെ കേസിൽ വരുമ്പോൾ ഇത് ഏകദേശം 6 മണിക്കൂറിലോട്ട് ചുരുങ്ങും. സോ അതാണ് ടൈഡും വേവും തമ്മിലുള്ള വ്യത്യാസം. വേവിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും, ടൈഡിന്റെ ഡ്യൂറേഷൻ കൂടുതലായിരിക്കും. സോ അതുപോലെ ഈ ഹൈറ്റ് ഉണ്ടല്ലോ, പോസിറ്റീവ്, ഒരു ഹൈയിൽ നിന്ന് ഒരു ലോയിലേക്ക് വരുന്ന ഈ ഒരു ഹൈറ്റ്, ഇതിനെ പറയുന്ന പേരാണ് ടൈഡൽ റേഞ്ച്. ടൈഡൽ റേഞ്ച് എന്ന് പറയുന്നത്. സോ ഹൈറ്റ്, ഒരു ഹൈ ടൈഡിന്റെ പോയിന്റിൽ നിന്ന് ലോ ടൈഡ് വരെയുള്ള ആംപ്ലിറ്റ്യൂഡ് നമ്മുടെ ഭാഷയിലെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ പീക്ക് ടു പീക്ക്, ഒരു പീക്കിൽ നിന്ന് വേറൊരു പോസിറ്റീവ് പീക്കിൽ നിന്ന് നെഗറ്റീവ് പീക്കിലോട്ടുള്ള ആ ഹൈറ്റ് ഉണ്ടല്ലോ, ആ ഹൈറ്റിനെ പറയുന്നതാണ് ടൈഡൽ റേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് അവർ ടൈം പീരീഡ് ഈസ് 12.5 hours ഫോർ എ tide and for wave it is 6 hours. Okay, നമ്മൾ ഇനി അടുത്ത് കാണാൻ പോകുന്നത് സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ ടൈഡൽ പവർ പ്ലാന്റ്. അതായത് ഒരു സമുദ്രം ഉണ്ടെന്ന് വിചാരിക്കുക, ആ സ്ഥലത്ത് നമുക്ക് ടൈഡൽ പവർ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടോന്ന്, ആ സൈറ്റ് കുറെ ക്വാളിറ്റീസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതായത് ഇന്ന കാര്യങ്ങളൊക്കെ അവിടെ സാധിക്കുന്നുണ്ടോ എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ടൈഡൽ പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ മിനിമം ഐ എം റിപ്പീറ്റിംഗ്, ഇറ്റ് ഇസ് മിനിമം 4.6 മീറ്റർ ആവറേജ് ടൈഡൽ റേഞ്ച് വേണം. അതായത് അവിടുത്തെ ടൈഡിന്റെ പാറ്റേൺ എടുക്കുമ്പോഴത്തേക്കും ഒരു ഹൈ ടൈഡും ലോ ടൈഡും കാണുമല്ലോ, ഇത് തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് മിനിമം 4.6 മീറ്റർ വേണം. അതാണ് ടൈഡൽ റേഞ്ച്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ആംപ്ലിറ്റ്യൂഡ്, പീക്ക് ടു പീക്ക്, ഒരു പീക്ക്, പോസിറ്റീവ് പീക്കും നെഗറ്റീവ് പീക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം 4.6 മീറ്റർ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ടൈഡൽ പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെറ്റപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എനർജി കൺവേർഷൻ നടത്തണം. നല്ലൊരു രീതിയിൽ എനർജിയെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ, ടൈഡ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ മിനിമം അവിടുത്തെ ടൈഡൽ റേഞ്ച് എന്ന് പറയുന്നത് 4.6 മീറ്റർ എങ്കിലും വേണം. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഇറ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം സ്റ്റോംസ്. അതായത് ഇപ്പം എവിടെയെങ്കിലും ചുഴലിക്കാറ്റ് വരുന്ന ഒരു സ്ഥലത്ത് കൊണ്ട് ഈ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, നാളെ ചുഴലിക്കാറ്റ് വരുമ്പോൾ അത് എടുത്തുകൊണ്ട് അങ്ങ് പോകും. അപ്പോഴത്തേക്കും സ്റ്റോംസ്, അതുപോലെ സൈക്ലോൺസ്, ചുഴലിക്കാറ്റൊക്കെ വരുന്ന ഏരിയയിൽ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒരു സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ സൈക്ലോൺ അല്ലെങ്കിൽ ഡിസാസ്റ്റർ പാറ്റേൺ ഒക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. ഇറ്റ് ഷുഡ് നോട്ട് അഫക്ട് നാവിഗേഷൻ, അതായത് സീയിൽ കൂടെയുള്ള നാവിഗേഷൻ, ഗതാഗതം ഇത് തടസ്സപ്പെടുത്താൻ പാടില്ല. അതായത് ഒരു സീ റൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക, ഇതൊരു സീ റൂട്ട് ആണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പം ഇത് ചെന്നൈയിൽ നിന്ന് ബംഗ്ലാദേശ് വരെയുള്ള ഒരു റൂട്ടാണെന്ന് വിചാരിക്കുക, സീ റൂട്ടാണ്. ഇതിന്റെ ഒത്ത നടുക്കുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ടൈഡൽ പവർ പ്ലാന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലതും നടക്കുമോ? ഇല്ല. കാരണം നമ്മുടെ ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് നാവിഗേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ആണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. അതുകൊണ്ടാണ്. സോ ഇറ്റ് ഷുഡ് നോട്ട് അഫക്ട് നാവിഗേഷൻ. നെക്സ്റ്റ്, ഫോർത്ത് വൺ ഇസ് സൈറ്റ് ഷുഡ് നോട്ട് ഹാവ് എക്സസീവ് സെഡിമെന്റേഷൻ. എക്സസീവ് സെഡിമെന്റേഷന്റെ പ്രശ്നം, അതായത് ഇത് ഒരു തിരമാല അടിക്കും, താഴോട്ട് പോകും അല്ലെ. അപ്പോഴത്തേക്കും ഇത് ഈ മണലോ കൊണ്ടുവന്ന് നമ്മൾ ഈ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് ഈ മണലോ വന്ന് അടിയാനുള്ള ചാൻസ് കൂടുതലാണെങ്കിൽ പതുക്കെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ടൈഡൽ റേഞ്ചിന്റെ അളവിൽ വ്യത്യാസം വരും. നമുക്കത് എഫിഷ്യന്റ് ആയിട്ട് ടൈഡൽ എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ സ്ഥലത്ത്
എക്സസീവ് ആയിട്ടുള്ള സെഡിമെന്റേഷൻ വരാത്ത ഒരു സ്ഥലമായിരിക്കണം. മണൽ അടിയുന്നതോ ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് അടിയുന്ന ഒരു സ്ഥലമാവാൻ പാടില്ല എന്നുള്ളതാണ് വേറൊരു. സോ ഫസ്റ്റ് വൺ ഇസ് വാട്ട്, the minimum tidal range should be 4.6 meter and it should be protected from storms. It should not affect the navigation, and final point, it should not have excessive sedimentation. Okay, ഇത് ഇത്രയാണ് കാര്യങ്ങൾ. ഇനി അടുത്തത് ടൈഡൽ എനർജി. ഇത് നാഷണൽ ജോഗ്രഫിക്കിന്റെ സൈറ്റിൽ നിന്ന് എടുത്ത ഒരു പിക്ചർ ആണ്. ഇതെന്ന് പറയുന്നത് ഇത് ഒരു മെത്തേഡ് ഓഫ് ടൈഡൽ എനർജി ജനറേഷൻ. ദിസ് ഇസ് സെക്കൻഡ് മെത്തേഡ് ആൻഡ് ദിസ് ഇസ് തേർഡ് മെത്തേഡ് ആൻഡ് ദിസ് ഇസ് ഫോർത്ത് മെത്തേഡ്. സി, ഇതൊരു സമുദ്രമാണ്. ഇവിടെ കപ്പലൊക്കെ ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു പാമ്പിന്റെ രൂപത്തിൽ നമ്മളൊരു സാധനം ഒരു ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈഡൽ എനർജി ജനറേറ്റ് ചെയ്യാൻ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇത് തിരയടിക്കുമ്പോഴത്തേക്കും ഈ സാധനം അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ മൂവ്മെന്റിന് നമ്മള് ഒരു ജനറേറ്ററിനെ കറക്കാനായിട്ട് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. സോ ഈ ഫസ്റ്റ് ഇതിന്റെ പേരെന്ന് പറയുന്നത് സീ സ്നേക്ക് ആണ്. സീ സ്നേക്ക്, അതായത് ഒരു പാമ്പ് പോലെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. സീ സ്നേക്ക് ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫാൻസ് ആണ്. സി, ഇത് ഒരു വിൻഡ് മില്ല് പോലെയാണ് വെച്ചിരിക്കുന്നത് അല്ലെ. ഒരു വിൻഡ് മില്ല്, ടർബൈൻ ഉണ്ട്, ബ്ലേഡ്സ് ഉണ്ട്. അപ്പം ഇവിടെ നിന്ന് തിരയടിക്കുമ്പോഴത്തേക്കും ഈ ഫോഴ്സ് കാരണം ഈ സാധനം കറങ്ങും. വിൻഡ് എനർജിയിൽ വിൻഡ് ആയിരുന്നു ഈ ബ്ലേഡിനെ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വേവ്സ് അല്ലെങ്കിൽ ടൈഡ്സ് ആയിരിക്കും ഇതിനെ ഡ്രൈവ് ചെയ്യുന്നത്. സോ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫാൻസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സീ സ്നേക്ക് എന്ന് പറയുന്ന സെറ്റപ്പ് ആയിരുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫാൻസ് യൂസ് ചെയ്താണ് നമ്മൾ, അല്ലെങ്കിൽ ടർബൈൻസ് യൂസ് ചെയ്താണ് നമ്മൾ അതിനെ ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് കേസ്. ആൻഡ് തേർഡ് കേസ് ഇതിനെ നമ്മൾ പറയുന്നത് കൈറ്റ്സ്. കൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പട്ടം പോലെ. ഓക്കെ, പട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇവിടെ ബ്ലേഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഇത് ഇവിടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഒരു എൻജിനകത്തേക്ക് ഇരിക്കുന്ന ഫാന് പോലത്തെ ഇതാണ്. ഇവിടെ ഗ്രില്ല് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് വെള്ളം അല്ലെങ്കിൽ ടൈഡ് ഇരച്ച് കയറുമ്പോഴത്തേക്കും ഇതുവഴി പാസ് ചെയ്ത് ഈ ഫാനിനെ ഡ്രൈവ് ചെയ്യും. ഈ ഫാനിനെ നമ്മൾ ഒരു ജനറേറ്ററിലോട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ തേർഡ് വൺ ഈസ് കൈറ്റ്. നാലാമത്തത് പാഡിൽ. പാഡിൽ എന്ന് പറയുന്നത് എന്താണ്? ചവിട്ടുപടി എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയിലിരിക്കുന്ന എന്താണ് കാറിലൊക്കെ ഇരിക്കുന്ന ഒരു ആക്സിലറേറ്ററിന്റെ ഫീൽ ഉണ്ട്. അതായത് ചവിട്ടുമ്പോഴത്തേക്കും താഴോട്ട് പോവുക. അല്ലെങ്കിൽ എന്താണ് തയ്യൽ മെഷീനിലുള്ള താഴത്തെ ചവിട്ടുപടിയില്ലേ, അതുപോലെയാണ്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വേവ് വരും അല്ലെങ്കിൽ ടൈഡ് വരും. ഈ ടൈഡ് ഇതിനെ ഇടിക്കുന്നു, ഈ സാധനം കറങ്ങും. ഓക്കെ, ഈ സാധനം കറങ്ങും. അപ്പൊ ഈ ഒരു റൊട്ടേഷൻ കിട്ടി. ഈ റൊട്ടേഷനെ നമ്മൾ ഒരു ജനറേറ്ററിലോട്ട് കപ്പിൾ ചെയ്യുമ്പോൾ ജനറേറ്റർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഒരു ടൈഡൽ എനർജിയുടെ മെയിൻ പാറ്റേൺ. നിങ്ങൾ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി കുറച്ചും കൂടെ ക്ലിയർ ആവട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. ഓക്കെ, സോ ഇനി അടുത്ത് ടൈഡൽ എനർജി വരുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിൻ ഉണ്ട്. ഇത് ഓഷ്യൻ അല്ലെങ്കിൽ സീ. ഓക്കെ, ഓഷ്യൻ അല്ലെങ്കിൽ സീ. ഇത് ബേസിൻ അല്ലെങ്കിൽ റിസർവോയർ. ഇതെന്ന് പറയുന്നത് ഡാം ആണെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, സോ നമുക്ക് രണ്ട് രീതി വരും. സി, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു വേവിന്റെ അല്ലെങ്കിൽ ടൈഡിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് സൈനുസോയിഡൽ ആണ്. അപ്പൊ നമുക്ക് ഒരു ഹൈ ടൈഡും വരും, ലോ ടൈഡും വരും. ഓക്കെ, അപ്പം ഒരു ഹൈ ടൈഡിന്റെ പൊസിഷനിൽ ഹൈ ടൈഡ് വരുമ്പോഴത്തേക്കും വാട്ടർ റിസർവോയറിൽ സ്റ്റോർ ചെയ്യും ഹൈ ടൈഡിന്റെ സമയത്ത്. ലോ ടൈഡിന്റെ സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോ ടൈഡ് എന്ന് പറയുമ്പോൾ ലോ ടൈഡിന് മുമ്പായിട്ട് ഒരു ഹൈ ടൈഡ് ഉണ്ടായിരിക്കില്ല. സൈനുസോയിഡൽ അല്ലേ, അപ്പം ഒരു ലോ ടൈഡ് ഇവിടെ വരുന്നു. അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു ഹൈ ടൈഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഹൈ ടൈഡ് ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? റിസർവോയറിന്റെ പോർഷനിൽ വെള്ളം വന്ന് നിൽക്കും. ലോ ടൈഡിൽ ഓൾറെഡി റിസർവോയറിൽ വെള്ളം കാണും എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ലോ ടൈഡിന് മുമ്പായിട്ട് ഒരു ഹൈ ടൈഡ് ഉണ്ട്. ഹൈ ടൈഡിൽ എന്താണ് സംഭവിക്കുന്നത്? വാട്ടർ റിസർവോയറിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പൊ ലോ ടൈഡിന്റെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവോയറിൽ നിന്ന് നമ്മൾ വാട്ടറിനെ
ബേസിനിലോട്ട്, വാട്ടറിനെ ഓഷ്യനിലോട്ട്, ബേസിനിലല്ല ഓഷ്യനിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. See, ഇതൊരു ഡാം ആണെന്ന് വിചാരിക്കും. ലോ ടൈഡിന്റെ സിറ്റുവേഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇതൊരു സൈനസോയിഡൽ വേവ് ആണ്. ഇതാണ് നമ്മുടെ ലോ ടൈഡ്. ഈ ലോ ടൈഡ് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ഹൈ ടൈഡ് ഉണ്ടായിട്ടുണ്ട്, ഓൾറെഡി നടന്ന കേസാണ്. അപ്പൊ ഹൈ ടൈഡില് ഇത് ഹൈ ടൈഡ്, ഹൈ ടൈഡില് ഇത് റിസർവോയർ ആണെന്ന് വിചാരിക്കുക, ഇത് ഓഷ്യൻ. ഹൈ ടൈഡിന്റെ സിറ്റുവേഷനിൽ റിസർവോയറിൽ വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി നടന്നു. അപ്പൊ ലോ ടൈഡിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ റിസർവോയറിൽ നിന്നുള്ള വെള്ളം ഓഷ്യനിലോട്ട് തുറന്നു വിടണം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു പാത്തുണ്ട്, ഒരു പൈപ്പ് വഴിയാണ് തുറന്നു വിടുന്നതെന്ന് വിചാരിക്കുക. ഞാൻ ഇതിനകത്ത് ഒരു ടർബൈൻ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. സോ ഇവിടെ നിന്ന് ഈ വെള്ളം ഒഴുകി പോകുമ്പോഴത്തേക്ക് ഈ ടർബൈനെ കറക്കത്തില്ലേ ഇത്? അപ്പൊ ഈ ടർബൈൻ ഒരു ജനറേറ്ററുമായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി കിട്ടത്തില്ലേ? ഇലക്ട്രിക്കൽ എനർജി കിട്ടത്തില്ലേ? അത്രേ സംഭവിക്കുന്നുള്ളൂ. ഇതാണ് ലോ ടൈഡിന്റെ കേസ്. ഇനി അടുത്തത് ഹൈ ടൈഡിന്റെ കേസിൽ. ഹൈ ടൈഡിന്റെ കേസിൽ ഇതൊരു ഡാമാണ്. അപ്പം അഗെയിൻ ഞാൻ ഒരു ഫുൾ സൈക്കിൾ വീണ്ടും വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ ഒരു ഹൈ ടൈഡ് എന്ന് പറയുന്നത്. ഹൈ ടൈഡിന് മുമ്പായിട്ട് ഒരു ലോ ടൈഡ് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അപ്പൊ ലോ ടൈഡിൽ നമ്മൾ എന്താ ചെയ്തത്? ഈ റിസർവോയറിൽ നിന്നുള്ള വെള്ളം ഓഷ്യനിലോട്ട് വിട്ടു. അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഓഷ്യനിലാണ് വെള്ളത്തിന്റെ ഹൈറ്റ് കൂടുതൽ, റിസർവോയറിൽ വെള്ളത്തിന്റെ ഹൈറ്റ് കുറവാണ്. അപ്പൊ നമ്മൾ ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? ഈ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്നത് ഓഷ്യൻ സൈഡിൽ നിന്ന് റിസർവോയർ സൈഡിലോട്ട് വെള്ളത്തിന് വിടും. ലോ ടൈഡിൽ എന്ത് ചെയ്തു? റിസർവോയറിൽ നിന്ന് ഓഷ്യനിലോട്ട്, ഹൈ ടൈഡിൽ നിന്ന് ഓഷ്യനിൽ നിന്ന് റിസർവോയറിലോട്ട്. എഗെയിൻ ഇവിടെ ഒരു ടർബൈൻ നമുക്ക് വച്ചു കഴിഞ്ഞാൽ ആ ടർബൈനിനെ നമുക്കൊരു ജനറേറ്ററുമായിട്ട് കപ്പിൾ ചെയ്യാം. ജനറേറ്ററിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ടൈഡൽ എനർജി. സോ ലോ ടൈഡിന്റെ കേസിൽ റിസർവോയറിൽ നിന്ന് ഓഷ്യനിലോട്ടായിരിക്കും വാട്ടറിന്റെ പാത്ത് എന്ന് പറയുന്നത്. സോ അതൊരു ടർബൈനെ കറക്കാൻ ഉപയോഗിക്കുന്നു. അത് ജനറേറ്ററുമായിട്ട് കപ്പിൾഡ് ആണ്. ജനറേറ്റർ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹൈ ടൈഡിന്റെ കേസിൽ എന്താണ്? ഓഷ്യന്റെ ഹൈറ്റ് ആയിരിക്കും കൂടുതൽ. സോ ഓഷ്യനിൽ നിന്ന് റിസർവോയറിലോട്ട് വരും. ഓക്കെ, ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്ന മാക്കിയാണ്. സോ വാട്ടർ വിച്ച് ഈസ് filled during high tide is allowed to flow from reservoir to ocean during low tide. ഈ ടൈപ്പ് ജനറേഷനെ പറയുന്ന പേരാണ് EBB ജനറേഷൻ. EBB ജനറേഷൻ എപ്പോഴാണ്? ലോ ടൈഡിലുള്ള ജനറേഷൻ. ലോ ടൈഡിൽ ജനറേറ്റ് ചെയ്യുന്നതിനെ പറയുന്നതാണ് EBB ജനറേഷൻ. സെക്കൻഡ് കേസിൽ വരുന്നത് ഹൈ ടൈഡിൽ. ഡ്യൂറിങ് ഹൈ ടൈഡ് ദ ഫ്ലോ ഓഫ് വാട്ടർ ഈസ് ഫ്രം ഓഷ്യൻ ടു റിസർവോയർ. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് ഫ്ലഡ് ജനറേഷൻ. ഫ്ലഡ് ജനറേഷൻ. ഹൈ ടൈഡിൽ ജനറേറ്റ് ചെയ്യുന്നതിന് ഫ്ലഡ് ജനറേഷൻ എന്നും ലോ ടൈഡിൽ ജനറേറ്റ് ചെയ്യുന്നത് EBB ജനറേഷൻ എന്നും പറയും. ഓക്കെ, സോ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഇവിടെ ഓഷ്യന്റെ ലെവലാണ് കൂടുതൽ. ഓഷ്യന്റെ ലെവൽ കൂടുതലായിരിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താണ്? ഹൈ ടൈഡ്. ഇവിടെ ഓഷ്യന്റെ ലെവൽ കുറവാണ്. സോ ഇറ്റ് ഈസ് EBB ജനറേഷൻ. ലോ ടൈഡിലാണ് നടക്കുന്നത്. സോ ഇതുവഴി വെള്ളം ഇറങ്ങി ഈ ടർബൈനെ കറക്കുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് വിൽ സീ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ്:
ഈ ഈ ഈ അഡ്വാൻറ്റേജ്, ഈ എക്കോ ഫ്രണ്ട്ലി എന്ന് പറയുന്ന അഡ്വാൻറ്റേജ് റിന്യൂവബിൾ എനർജി റിസോഴ്സസിലും ഓൾമോസ്റ്റ് എല്ലാത്തിലും വരുന്ന കാര്യമാണ്. ഓക്കെ, എക്കോ ഫ്രണ്ട്ലി, അത് നിങ്ങൾക്ക് ബ്ലൈൻഡ് ആയിട്ട് എഴുതാവുന്ന ഒരു കേസാണ്. സോ സെക്കൻഡ് വൺ ഇസ് ഓൺലി സ്മോൾ ഏരിയസ് റെക്കോർഡ്. ഇതിന് റിലേറ്റീവ്ലി ലെസർ ഏരിയ മതി. ലെസർ ഏരിയ പറയുന്നത്, സി ടൈഡൽ എനർജി എന്ന് പറയുമ്പം ജലമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഹൈഡ്രോയും ജലമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പം ഹൈഡ്രോ പവർ പ്ലാന്റിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈഡലിന് ഏരിയ റിക്വയർമെന്റ് കുറവാണെന്നാണ് പറയുന്നത്. ഓക്കെ, കമ്പയർഡ് ടു ഹൈഡ്രോ ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് മൺസൂൺ ഓർ സമ്മർ. എഗെയിൻ ഇതെന്ന് പറയുന്നത് ഹൈഡ്രോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഹൈഡ്രോ എന്ന് പറയുമ്പോൾ റെയിനിനെ ഡിപ്പെൻഡ് ചെയ്താണ് അല്ലെ, മഴയെ ഡിപ്പെൻഡ് ചെയ്താണ് അത് വർക്ക് ചെയ്യുന്നത്. അതേസമയം ടൈഡൽ വരുമ്പോൾ അത് മഴയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്തിനാണ്? ടൈഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സസിന്റെ എഫക്റ്റ് കൊണ്ടാണ്. ആൻഡ് ഫൈനലി നോ പൊല്യൂഷൻ. ഫസ്റ്റ് വണ്ണും ഫോർത്ത് വണ്ണും ഏകദേശം മോർ ഓർ ലെസ് സെയിം ആണ്, എക്കോ ഫ്രണ്ട്ലി ആൻഡ് നോ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജസ്, ഇറ്റ് ഈസ് നോട്ട് കോസ്റ്റ് എഫക്റ്റീവ്. അതായത് നമ്മൾ ₹1 മുടക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് വളരെ കുറവാണ്, ലോ ആണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോട്ട് കോസ്റ്റ് എഫക്റ്റീവ്. കണ്ടിന്യൂസ് പവർ ജനറേഷൻ പാടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഡ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ടൈഡ് വന്നുകൊണ്ടിരിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് ടൈഡ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കണ്ടിന്യൂസ് പവർ ജനറേഷൻ ഇസ് ഡിഫിക്കൽട്ട് ഇൻ കേസ് ഓഫ് ടൈഡൽ എനർജി. തേർഡ് വൺ എന്ന് പറയുന്നത് പവർ പ്ലാന്റ് ഇസ് ലൊക്കേറ്റഡ് ഫാർ അവേ ഫ്രം ലോഡ് സെന്റർ. സപ്പോസ് നമ്മൾ ഇപ്പം ആറ്റിങ്ങിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക, ആറ്റിങ്ങിലാണ് നിങ്ങളുടെ വീട് ഇരിക്കുന്നത്, ഇവിടെയാണ് നമുക്ക് കറണ്ട് ആവശ്യമുള്ളത്. ഓക്കെ, ഇത് ജനറേറ്റ് ചെയ്യുന്നത് കന്യാകുമാരിയിലാണെന്ന് വിചാരിക്കുക. ഇത്രയും ദൂരം അതായത് ടൈഡൽ എനർജി സെറ്റപ്പ് ചെയ്യാൻ പറ്റിയ ഏരിയ എന്ന് പറയുന്നത് കന്യാകുമാരി ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കന്യാകുമാരിയിൽ നിന്ന് ആറ്റിങ്ങൽ വരെ നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ വലിക്കണം. അതെന്ന് പറയുന്നത് ഒട്ടും എക്കണോമിക്കലി ഫീസിബിൾ അല്ല. അതുകൊണ്ടാണ് ഈ തേർഡ് പോയിന്റ്, ട്രാൻസ്മിഷൻ പവർ ലൊക്കേറ്റഡ് ഫാർ അവേ ഫ്രം ലോഡ് സെന്റേഴ്സ്. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു എക്സ്ട്രാ ഇതാണ്, ട്രാൻസ്മിഷൻ കോസ്റ്റ് ഇൻക്രീസ്. അതായത് വൈദ്യുതി ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കോസ്റ്റ് കൂടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, പവർ പ്ലാന്റ് ഈസ് ലൊക്കേറ്റഡ് ഫാർ അവേ ഫ്രം ലോഡ് സെന്റേഴ്സ് എന്നായതുകൊണ്ട്. ഓക്കെ, so with this one we will be winding up this session for this week. So ഇതിന്റെ നോട്ട് ചിലപ്പം ഒരു ദിവസത്തെ ഡിലേ കാണും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സാം ഡ്യൂട്ടി ഉള്ളതുകൊണ്ട്. So that's it guys, that's it for today's session. Stay safe and have a nice day. Thank you. See you in the next video.